USS ജെറാൾഡ് ആർ ഫോർഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലാണ്. പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക തങ്ങളുടെ രണ്ടാമത്തെ യുദ്ധക്കപ്പലും USS ജെറാൾഡ് ആർ ഫോർഡിനെയും അയച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ സജീവമാകുന്നത്. ഇറാനുമേലുള്ള അമേരിക്കൻ സൈനിക നടപടി അടുത്ത് തന്നെ ഉണ്ടായേക്കും എന്നുള്ള ഒരു തോന്നൽ ആളുകളിൽ ഉണ്ടാക്കും വിധമാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളെന്ന് നമുക്ക് നോക്കുമ്പോൾ തോന്നിപ്പോകും. കഴിഞ്ഞ ആഴ്ചയാണ് USS എബ്രഹാം ലിങ്കൺ, അവരുടെ ആണവ വിമാന വാഹന ശേഷിയുള്ള അവരുടെ പോർക്കപ്പലാണ്, അതും 3 മിസൈൽ ഡിസ്ട്രോയേഴ്സ് അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ മേഖലയിൽ എത്തിയത്. അതിന് പിന്നാലെയാണ് മസ്കറ്റിൽ ചർച്ച നടന്നത് ഇറാന്റെ ആണവ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. ആ ചർച്ചകളുടെ കൃത്യമായ ഔട്ട്കം എന്താണെന്ന് നമുക്കാർക്കും വ്യക്തതയില്ല. എങ്കിലും ഇരുപക്ഷവും ചില ശുഭകരമായിട്ടുള്ള മാറ്റങ്ങൾ, അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പുരോഗതി ഉണ്ടാകുന്നു എന്ന തരത്തിൽ ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനിടയിലാണ് വീണ്ടും US പ്രസിഡന്റിന്റെ ഒരു ഭീഷണി വന്നത്. തങ്ങൾക്ക് അംഗീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു ആണവ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ, അതിലൊരു ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇറാൻ അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു ഭീഷണിയൊക്കെ അദ്ദേഹം മുഴക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള മറ്റൊരു യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ആർ ഫോർഡ് മേഖലയിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വൈറ്റ് ഹൗസോ പെന്റഗണോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയോ അല്ലെങ്കിൽ ഇറാനെതിരായ ചില സൈനിക നടപടികളോ US പ്രസിഡന്റ് ലക്ഷ്യം വെക്കുന്നു, അത് ഇമ്മിനന്റ് ആണ്, അടുത്തു തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ഭയം ജനിപ്പിക്കാനായിരിക്കാം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോഴത്തെ വാർത്തകളോട് പക്ഷെ പെന്റഗൺ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സാങ്കേതിക വിദ്യകളെ എല്ലാ രംഗത്തും ആശ്രയിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മാറ്റം. മൊബൈൽ ഫോണും AI സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പതിയെ പതിയെ മാറുകയാണ്. മൊബൈൽ ഫോൺ ഏറെക്കുറെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ AI സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ചിന്താശേഷി, സർഗാത്മക ശേഷി, ഇതിനെയൊക്കെ ഒരുപക്ഷെ ഇത്തരം സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റം ബാധിക്കുന്നുണ്ടാവാം എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് UAE 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ AI ഉപയോഗിക്കുന്നതിന് വിലക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുകയാണ്. ചെറുപ്രായത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അമിതമായി ഇങ്ങനെ ആശ്രയിക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, അവരുടെ ചിന്താശേഷി, സർഗാത്മകത, ഇതിനെയൊക്കെ ബാധിക്കുമെന്ന കണ്ടെത്തലിലും പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് UAE ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാന പാഠങ്ങൾ സ്വന്തം അധ്വാനത്തിലൂടെ തന്നെ കുട്ടികൾ പഠിച്ചെടുക്കണം എന്നുള്ളതാണ് UAE കാണുന്നത്. ഇനി 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ സ്കൂളുകളിൽ AI ഉപയോഗിക്കുന്നതിന് രക്ഷിതാക്കളുടെ രേഖാമൂലമുള്ള അനുമതി പത്രവും നിർബന്ധമാക്കിയിട്ടുണ്ട്. അധ്യാപകരുടെ നേരിട്ടുള്ള മേൽനോട്ടമില്ലാതെ ഒരിടത്തും AI ടൂളുകൾ പഠനത്തിനായി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടില്ലാത്ത AI വെബ്സൈറ്റുകളോ ആപ്പുകളോ സ്കൂളുകളിൽ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഈ കിൻഡർ ഗാർട്ടൻ മുതൽ ഗ്രേഡ് 12 വരെയുള്ള പാഠ്യപദ്ധതിയിൽ ഈ വർഷം AI ഉൾപ്പെടുത്തിയതിനാൽ അവ പഠിപ്പിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള അറിവുകൾ കുട്ടികൾക്ക് നൽകുന്നതിനാണ് ഈ ക്ലാസ്സുകൾ. അതേസമയം AI ടൂളുകൾ പഠനത്തിനോടൊപ്പം ഉപയോഗിക്കുന്നതാണ് 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം വിലക്കിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഷാർജയിൽ വാഹനാപകടത്തിൽ ഒരു 2 വയസ്സുകാരന്റെ മരണം പ്രവാസി സമൂഹത്തെ വലിയ രീതിയിലുള്ള ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമായിട്ടുണ്ട്. വളരെ ചെറിയ കുഞ്ഞാണ്, ഉപ്പയെ കാണാൻ എത്തിയതാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ വാഹനാപകടത്തിൽ അവന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. മലപ്പുറം ചട്ടിപ്പറമ്പ് നെല്ലോളി സ്വദേശി ഷറഫുദ്ദീന്റെയും സഫ്നയുടെയും 2 വയസ്സുകാരനായിട്ടുള്ള മകൻ അലൻ റോമിയാണ് മരിച്ചത്. ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് വൈകുന്നേരമാണ് അപകടം സംഭവിച്ചത്. തലാൽ ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയാണ് പിതാവ് ഷറഫുദ്ദീൻ. പിതാവിനെ കാണാനായി 2 മാസത്തെ സന്ദർശക വിസയിൽ മാതാവിനോടൊപ്പം കഴിഞ്ഞ മാസം 18-നാണ് കുട്ടി നാട്ടിൽ നിന്നും എത്തിയത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം വ്യാഴാഴ്ച ദുബായിലെ ഖിസൈസ് ഖബർസ്ഥാനിൽ ഖബറടക്കുകയും ചെയ്തു. സന്തോഷമുള്ള ഒരു കുടുംബ സംഗമത്തിനിടയിലാണ് കുഞ്ഞു ജീവൻ നഷ്ടമായത്. എത്രത്തോളം ദുഃഖമാണ് ആ മാതാപിതാക്കൾക്കുണ്ടായത് എന്നുള്ള ഒരു കാര്യം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കുഞ്ഞുമകന് ആദരാഞ്ജലികൾ.